നീളം കുറച്ച് നല്ല വൃത്തിയായിട്ട് വെട്ടിക്കൊണ്ട് വരണം. അല്ലാതെ ഇത് ഇവിടെ അവിടെ വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കൊണ്ട് വെട്ടിക്കൊണ്ട് വരുന്നത് 15 ദിവസം കഴിയുന്നുണ്ട് വീണ്ടും വെട്ടേണ്ടി വരും. ഇനി അനിയൻ പോയി വെട്ടിക്കൊണ്ട് വന്നിട്ട് രണ്ടാമത് പോകേണ്ട ഗതികേട് വരുത്തരുത്. ഞാൻ പൈസ തരത്തുമില്ല രണ്ടാമത് പോകാനായിട്ട് കേട്ടോ. നല്ലോണം വൃത്തിയായിട്ട് അതും ഇതൊന്നും കാണിച്ചോണ്ടിരിക്കും. രണ്ടുപേരും കൂടെ പോകുന്നതൊക്കെ കൊള്ളാം. വീറും വൃത്തിക്കും വെട്ടി ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അക്കു ആ ഫാഷൻ ഈ ഫാഷനൊക്കെ പറയും കേട്ടോ. അതുപോലെ ഒന്നും ഇവിടെ വെട്ടിക്കൊണ്ട് വന്നേക്കരുത്. വീക്കട്ടായാലും ഏതായാലും ഞാൻ രണ്ടാമത് അങ്ങോട്ട് ഓടിക്കാൻ ഇടവരുത്തരുത്. അക്കു ചുമ്മാ ആ ഫാഷൻ ഈ ഫാഷനൊക്കെ പറയും കേട്ടോ. അവനങ്ങ് പോയിട്ടുണ്ട് കേട്ടല്ലോ, പറഞ്ഞു കേട്ടോ. എന്തി അങ്ങ് പോയോ? അക്കു എന്ത് ചെയ്യടാ? എവിടെ? എന്താ വെട്ടിയത്? എന്താ കിട്ടാണ്ട്? ഇങ്ങോട്ടൊന്ന് ഇതൊക്കെ എന്താ ഈ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്? അതെങ്ങനെ? ഇതൊക്കെ വെട്ടണ്ടായിരുന്നോ? കണ്ടോ എന്തോ കോലത്തിൽ ഇത് വെട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. രണ്ട് ഇവിടുത്തെ നീളം കുറച്ചിട്ടില്ല. ഈ മുടിയെല്ലാം അതുപോലെ ഇരിക്കുവാണല്ലോ അക്കുശുക്കു. ഇങ്ങനെയാണ് മുടി വെട്ടുന്നത്? എങ്ങനെ? ഇപ്പം 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതിപ്പോൾ ഇവിടുത്തെ ഇപ്പം നിമിഷം നേരം കൊണ്ട് കിളുക്കുമല്ലോ. വെട്ടണമെന്നോ? ഇതെന്തോ കൂടെ മുടി വെട്ടിക്കൊണ്ടിരുന്നാൽ മതിയോ? എടാ അതൊന്നും നീളം കുറയ്ക്കണ്ടായിരുന്നു അവിടെ വന്ന് എൻ്റെ ശുക്കു. അവനെന്ത് ചെയ്യും? അവനായിരിക്കും ഇത് പറഞ്ഞത്. എന്തോ എങ്ങനെ? അവൻ ഇങ്ങോട്ട് വരട്ടെ. ഇന്ന് അവന് കൊടുക്കുന്നുണ്ട് ഭാഷന്. അവൻ പോയി അവിടുത്തെ നീളം കുറച്ചുകൊണ്ട് പോകണം. അവിടെ ചെന്ന് എടാ പോയി എടാ. ഞാൻ പോയപ്പോഴേ പറഞ്ഞാണോ വിട്ടത് ഈ ഇവിടുത്തെ നീളം കുറച്ചുകൊണ്ട് വരണമെന്ന്? കോളേജിൽ പോകുന്നെന്ന് പറഞ്ഞ് എടാ ഇത് നീ നീളം കുറയ്ക്കാതെ വന്നത് ഞാൻ ആദ്യം പോയപ്പോഴേ നിന്നോട് പറഞ്ഞു. എപ്പോഴും ഉള്ളത് ഈ മുടി വെട്ടിയിട്ട് വരുമ്പോൾ ഞാൻ നൃത്തം പോയി വെട്ടിക്കൊണ്ട് വന്ന് പിന്നെ പിറ്റേ ദിവസം കൊണ്ടുകൊണ്ട് വന്നു 100 രൂപ, പിന്നെ ഡബിൾ ചാർജ്. ഈ പറയുന്നത് കൂട്ടി ചെയ്യാത്തോണ്ടല്ലേ ഇങ്ങനെ ആകുന്നത്. ഞാൻ മുടിയൊന്നും കെട്ടിക്കുക റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെക്കാമല്ലോ അവിടെ. അത് പിന്നിട്ട് എന്താ കോളേജിൽ പോകണമെന്ന് പറഞ്ഞ് ഈ രാവിലെ കുളിച്ച് മുടി ശരിക്കും തോർത്തത്തില്ല. എന്നിട്ട് വെച്ചോണ്ട് നടക്കാൻ തുമ്മിക്കൊണ്ട് അവനിങ്ങോട്ട് വരട്ടെ. ഇന്ന് അവന് ബാക്കി ഞാൻ കൊടുക്കുന്നുണ്ട്. കണ്ടോണോ ആ പുറക് കണ്ടോ? ആമച്ചട്ടി കൂട്ടിയിരിക്കുന്നു പുറകൊന്ന് നോക്കിക്കേ നീ എന്ന്. പിന്നെ ഫാഷന് എന്താ ഫാഷന്? നീ പുറകൊന്ന് എന്തോ വൃത്തികേടാ എൻ്റെ ശുക്കു ഇത്. അന്ന് അവൻ്റെ മുടി വെട്ടി വിട്ടങ്ങ് വെട്ടിയാൽ പോരായിരുന്നോ? എന്തോ പറയാനാന്നുറ കാണിച്ചുകൊണ്ട് വന്നേക്കുന്നത്. എന്നോട് ഇനി മുടി വെട്ടാൻ പൈസ വെച്ചേക്കരുത്. ഞാൻ തരത്തുമില്ല. ഈ കറക്റ്റ് 1-ാം തീയതി അല്ലാതെ ഇനി ഞാൻ തരത്തുമില്ല. എന്താ ഇത്? അവിടെ നിൽക്കത്തേ ഉള്ളൂ. ഞാൻ തരത്തില്ല. ഞാൻ ഇനി മുടി സ്വയം പൈസയ്ക്ക് കൊണ്ട് സ്വന്തമായിട്ട് കിട്ടുന്ന പൈസയ്ക്ക് കൊണ്ട് മുടി വെട്ടിക്കണം. മുടിക്ക് ഇനി ഞാൻ പൈസ തരത്തില്ല. കണ്ടോണോ ഇനി? എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ മിണ്ടായിരുന്നു കഴിഞ്ഞാൽ ഞാനൊന്നും കാര്യം നടക്കത്തില്ല. പോയപ്പോഴേ നിന്നോട് ഞാൻ പറഞ്ഞതാണ് മുടി വെട്ടിയിട്ട് വരണമെന്ന്. ആയിരുന്നു അവൻ്റെ മുടി ഇങ്ങനെ വെട്ടിക്കരുതെന്ന്. അതെന്തോ അവിടെ പുറകെന്തോ പോലെ അല്ലേ ഇരിക്കുന്നത്? എന്തോ ട്രെൻഡ്? ഇതാന്ന് ഫ്രണ്ടിലത്തെ മുടി വെട്ടിച്ചിട്ടുണ്ടോ നീ? ട്രെൻഡാന്ന്? എന്തോ ട്രെൻഡാ? എപ്പോഴും മുടി ചേട്ടനും എന്നിനും പോയി വെട്ടി പകുതി മുടിയും വെച്ചോണ്ടെങ്കിൽ വരും. പറയരുതൊന്നും.